a social negative networker or an intentional neighbor. സംഭവം കൊള്ളാല്ലേ? കിടിലൻ ടോപ്പിക്കാ, കേട്ടാലൊക്കെ ഒരു വെട്ടിമുട്ടെന്ന് പറയുന്നത്. ഇത് സംഭവം എന്താണെന്ന് അറിയോ? ഞാൻ ഈ സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയമുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ച്, നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ ജഗതിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിന്റെ സംബന്ധിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ റുപ്പി. അതിലെ നമ്മുടെ പാപ്പൻ ചേട്ടായി, കോഴിക്കോട് RP മോള് വിൽക്കാൻ നടന്ന അതിന്റെ ഓണർ നമ്മുടെ പാപ്പൻ ചേട്ടായി നമ്മൾ പെട്ടെന്ന് ആരും മറക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനെ ഒരു ആൾക്ക് പോലും ഇഷ്ടപ്പെടാൻ ഇച്ചിരി പ്രയാസം കൂടല്ല. കാരണം 6 പിശുക്കൻ, അറുത്ത് കൈക്ക് ഉപ്പ് തേക്കത്തില്ല, വീട്ടുകാർക്ക് പോലും ഇഷ്ടമല്ല, ഇടപെടുന്നവരോടൊക്കെ കട്ടാൻ ട്രൈ ആയിട്ട് പെരുമാറുന്നു, വളരെ വൈൽഡായിട്ടുള്ള ജോക്സ് പറയുന്നു. ഇങ്ങനെയുള്ള മനുഷ്യനെ സഹിക്കാൻ പറ്റൂ? പക്ഷേ ഈ മനുഷ്യന്റെ ഒരു 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 വീക്ക്നെസ് പ്രൊജക്ട് ചെയ്തൊരു ഇൻസിഡന്റ് ഉണ്ട് ആ പടത്തിൽ. മൈറ്റ് ബി നോയിങ് അയാളുടെ വേലക്കാരന് കള്ളൊഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇവൻ കള്ളു പിടിച്ച് കഴിയുമ്പോൾ ചില പാട്ടുകളൊക്കെ പാടും, എൻ്റെ ഹൃദയത്തിൽ തൊടുന്ന ചില പാട്ടുകളൊക്കെ പാടുന്ന പുള്ളി അടിക്കുന്നൊരു ഡയലോഗ്. ഇത് സീരിയസ്ലി എവ്രി ഇന്റലക്ച്വൽ പേഴ്സൺ റിക്വസ്റ്റ് ദിസ്. അതാണ് ഞാൻ പറഞ്ഞ എന്താ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ബട്ട് ഇന്റൻഷണൽ എന്ന് പറയുന്നതിനുണ്ടാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഒരു 80% 90% ഓഫ് ദ പീപ്പിൾ ദേ ലൈക്ക്, കാരണം ഹ്യൂമൻ ബീങ്സ് എപ്പോഴും ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സാമൂഹിക ജീവിയായിട്ട് തന്നെ ആൾക്കാരോട് ഇടപെട്ട് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ചില ഈ പറയുന്ന ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധിജീവികൾക്ക് അത്ര പെട്ടെന്ന് പറ്റത്തില്ല. അപ്പൊ അത് ഈ ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന കലാം സാറിനൊക്കെ അത്ര പെട്ടെന്ന് ഒരു കമ്മ്യൂണിറ്റിയിലൊന്നും ഇടപെട്ട് ജീവിക്കാൻ പറ്റിയിരുന്ന വ്യക്തികളായിരിക്കത്തില്ല. ബട്ട് സ്റ്റിൽ they need some influencing factors to go ahead. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹൗ ഡു ദേ ചൂസ് ദർ റെസിഡൻസ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. കാരണം ഒരു കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള, കുറച്ച് പ്രൈവസി ആഗ്രഹിക്കുന്ന, എന്നാൽ നെറ്റ്വർക്കിംഗ് താങ്കളുടെ ലൈഫിന്റെ ഭാഗമാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഡെഫിനറ്റ്ലി ദേ ഷുഡ് ഗോ ഫോർ സർട്ടൻ കമ്മ്യൂണിറ്റീസ്. വളരെ ചൂസി ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് പ്ലാൻ ചെയ്യാൻ ദേ ആർ സപ്പോസ് ടു ഡു ബിഫോർ ദേ ഗോ ആൻഡ് ലീവ് സംവെയർ. ഇതൊരിക്കലും അവർക്ക്, അപ്പോൾ ഇവർ ചിന്തിക്കും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ നാട്ടുമ്പുറങ്ങളിലോ വല്ല കാട്ടുപ്രദേശങ്ങളിലോ ഒറ്റപ്പെട്ട എന്താ പറയണ്ട വളരെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഉള്ള വളരെ നേച്ചർ ലവിങ് ആയിട്ടുള്ള സ്പോട്ടുകളിലൊക്കെ പോയി കിട്ടാൻ ഡിഫിക്കൽട്ടാണ്. കാരണം ഇവർക്ക് ഈ പറഞ്ഞ മിംഗ്ലിംഗ് ഒരു പക്ഷേ ഇഷ്ടമല്ലായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം സ്റ്റേജ് ദേ വിത്ത് എ പ്രൊഫൈൽ ഓൺലി ദേ മൈറ്റ് ബി റിക്കവറിംഗ് വിത്ത് ഓൾ ദ ഫെസിലിറ്റീസ്. കാരണം ടെക്നോളജിയോ ഇൻഫ്രാസോ ഒന്നും അവർക്ക് അടുത്തില്ലാതെ അവർക്ക് ചിലപ്പോൾ ജീവിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ, അവരുടെ പ്രൊഫൈൽ കീപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ വരുമായിരിക്കും. ഇങ്ങനെയുള്ളവര് ദേ ഷുഡ് ഈ ഫസ്റ്റ് ഓഫ് ഓൾ ബിഫോർ ദ പ്ലാൻ ഫോർ ദ റെസിഡൻസ് കൺസൾട്ടന്റ് ഇസ് എ പേഴ്സൺ ലൈക്ക് മീ ക്യാൻ ഹെൽപ്പ് യു ഇഫ് ഹി ഈസ് ആക്ച്വലി ഓപ്പൺലി ഡിസ്കസിങ്. സോ അല്ലെങ്കിൽ ഫോർ മീ ഇറ്റ്സ് ഏഷ്യൻ ഓർ എനിവൺ like I'm having an incident like this because with my profile and with my nature I like to have little privacy and I won't be easily, because my nature is like this reward, so that he might be, the consultant might be knowing, people like us might be knowing a lot of communities which actually supports and which actually provides you that sort of a freedom, and the people live there automatically, they're like you, and your ease of getting into the like field or into that society will be easy also. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് പോലും ഒരു ചൂസി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദം. അപ്പൊ ഇവിടെ ഒരു രസം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മറ്റൊരു പാരലായിട്ട്, ബിക്കോസ് ഒരു കോയിൻ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ പാരലലി ഇങ്ങനെയുള്ള പേഴ്സണൽസിന്റെ സ്പൗസ് മിക്കതും ഭാര്യമാരൊക്കെ തന്നെ വളരെ സോഷ്യലായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പറയുന്നവരെ ഇത്ര സോഷ്യലായിട്ടുള്ളവരെ കൊണ്ട് ചിലപ്പോൾ മുന്നേ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ജീവിക്കാൻ പോകുമ്പോൾ they might feel in a different world and automatically they will start depending on more screen times and all. It's actually going to spoil their mind. അപ്പം ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിൽ വരുമ്പം simultaneously you will be having a company which you are willing to have, the people living out there, your friends will be like that, you'll be getting the privacy at the same time, and നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഫാക്ടർ ആയിട്ട് നിങ്ങളുടെ വൈഫിന്റെ കൂട്ടോ കുട്ടികൾക്കോ മിങ്കിൾ ചെയ്യാനുള്ള ഒരു സ്പേസും ഓട്ടോമാറ്റിക്കലി with all the amenities or whatever the infrastructure that community has got, that project has got, is going to support your spouse and your children too. ഇതൊരു win-win situation ആയിട്ട് മാറ്റാൻ always you should choose the communities with the help of a consultant.